ഒരു സിനിമ റിലീസ് ആകുന്നതിനു മുൻപ് പ്രധാന നടൻ പിന്മാറിയാൽ എന്ത് സംഭവിക്കും? അത് അപൂർവമാണെന്ന് നമ്മൾ കരുതും. പക്ഷേ സിനിമ ചരിത്രം അങ്ങനെയല്ല. ഇന്ന് അത് തുടങ്ങുന്നത് വളരെ പുതിയ ഒരു സംഭവത്തിൽ നിന്നാണ്. ദൃശ്യം 3 ഈ സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രമായി അക്ഷയ് ഖന്ന. എന്നാൽ റിപ്പോർട്ടുകൾ പ്രകാരം ഫീസ് സംബന്ധിച്ച പ്രശ്നങ്ങളും മറ്റൊരു സിനിമയുടെ വിജയവും കാരണമായി അക്ഷയ് ഖന്ന ഈ സിനിമയിൽ നിന്ന് പിന്മാറി. ഷൂട്ടിംഗ് ആരംഭിക്കുന്നതിനു മുൻപ് തന്നെ വലിയ മാറ്റം. പിന്നീട് ജയ്ദീപ് അഹ്ലാവത്ത് ആ കഥാപാത്രം ഏറ്റെടുത്തു. ഈ ഒരു സംഭവം വീണ്ടും ഓർമ്മിപ്പിച്ചു സിനിമകൾ എത്ര എളുപ്പത്തിൽ വഴിമധ്യേ മാറിപ്പോകുമെന്ന്. ഇത് ഒറ്റ സംഭവമല്ല. ഇതിനു മുൻപും ഇത്തരത്തിലുള്ള വലിയ സംഭവങ്ങൾ നിരവധിയാണ്. ഹേരാ ഫേരി 3 ഈ സിനിമയിൽ പ്രധാന കഥാപാത്രമായി പാരേഷ് റാവൽ. ഷൂട്ടിംഗ് പുരോഗമിക്കുമ്പോൾ സ്ക്രിപ്റ്റുമായി ബന്ധപ്പെട്ട അസന്തോഷം ഉണ്ടായതായി റിപ്പോർട്ടുകൾ പറഞ്ഞു. സൃഷ്ടിപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വളർന്നതോടെ പാരേഷ് റാവൽ സിനിമ വിട്ടു. നിർമ്മാണ കമ്പനിയും പ്രതിസന്ധിയിലായി. നിയമ നടപടികൾ പരിഗണനയിലാണെന്ന വാർത്തകളും വന്നു. ഇനി ബോളിവുഡിലെ വളരെ പ്രശസ്തമായ ഒരു സംഭവം. ചൽതേ ചൽതേ ഈ സിനിമയുടെ ആദ്യ ഷൂട്ടിംഗ് ഘട്ടത്തിൽ ഐശ്വര്യ റായ് ബച്ചൻ ചില സീനുകൾ ഷൂട്ടും ചെയ്തു. എന്നാൽ സെറ്റിലുണ്ടായ തടസ്സങ്ങൾ വലിയ വാർത്തയായി. അത് അവരുടെ അന്നത്തെ വ്യക്തിപരമായ ബന്ധവുമായി ബന്ധപ്പെട്ടതാണെന്ന് വ്യാപകമായി റിപ്പോർട്ട് ചെയ്തു. അവസാനം ഐശ്വര്യ റായ് ബച്ചൻ സിനിമ വിട്ടു. പിന്നീട് റാണി മുഖർജി ആ വേഷം ഏറ്റെടുത്തു. ഇനി കരീന കപൂർ ഖാൻ കഹോ നാ പ്യാർ ഹൈ ഈ സിനിമ അവരുടെ ആദ്യ അരങ്ങേറ്റം ആയിരുന്നു. ഷൂട്ടിംഗ് തുടങ്ങി. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്കകം അവർ സിനിമ വിട്ടു. പിന്നീട് മറ്റൊരു നടിയെ എടുത്തു. അതുപോലെ റാം ലീല ഈ സിനിമയിൽ കരീന കപൂർ ഖാൻ പിന്മാറിയത് ഷെഡ്യൂളിനായി അവർ നൽകിയ സമയം മതി വരാത്തത് കാരണമായിരുന്നു എന്ന് റിപ്പോർട്ടുകൾ പറഞ്ഞു. ഇനി റംഗീല ഈ സിനിമയിൽ ആദ്യമായി ഷെഫാലി ഷാ 4 ദിവസം ഷൂട്ടിംഗ് നടത്തി. പിന്നീട് തനിക്ക് പറഞ്ഞ കഥയും യഥാർത്ഥ കഥാപാത്രവും വ്യത്യസ്തമാണെന്ന് അവർ വ്യക്തമാക്കി. അതോടെ ഷെഫാലി ഷാ സിനിമ വിട്ടു. ഇനി മണികർണിക ദി ക്വീൻ ഓഫ് ജാൻസി ഈ സിനിമയിൽ സോനു സൂദ്. ഷൂട്ടിംഗ് നടക്കുന്നതിനിടെ ഡേറ്റുകളുടെ പ്രശ്നവും സംവിധായികയുമായി അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായതായി റിപ്പോർട്ടുകൾ പറഞ്ഞു. അവസാനം സോനു സൂദ് സിനിമ വിട്ടു. ഇനി ഫിഗൂർ ഈ സിനിമയിൽ ആദ്യമായി രേഖ ചില സീനുകൾ ഷൂട്ടും ചെയ്തു. പിന്നീട് സൃഷ്ടിപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണമായി രേഖ സിനിമ വിട്ടു. പിന്നീട് ടാബു ആ കഥാപാത്രം ഏറ്റെടുത്തു. ഇനി മലയാള സിനിമ ഫ്രണ്ട്സ് ഈ സിനിമയിൽ ആദ്യമായി സുരേഷ് ഗോപി. പിന്നീട് തെറ്റിദ്ധാരണകൾ ഉണ്ടായതായി റിപ്പോർട്ടുകൾ പറഞ്ഞു. അവസാനം സുരേഷ് ഗോപി സിനിമ വിട്ടു. പിന്നീട് ജയറാം പ്രധാന വേഷം ഏറ്റെടുത്തു. ഇനി ഇന്ത്യൻ രൂപി ഈ സിനിമയിൽ സുരേഷ് ഗോപി. പിന്നീട് കഥയും സമീപനവും മാറിയതോടെ അദ്ദേഹം പിന്മാറി. തുടർന്ന് തിലകൻ ആ വേഷം ഏറ്റെടുത്തു. ഇനി മല്ലു സിംഗ് ഈ സിനിമയിൽ പൃഥ്വിരാജ് സുകുമാരൻ. പിന്നീട് അദ്ദേഹം സിനിമ വിട്ടു. തുടർന്ന് ഉണ്ണി മുകുന്ദൻ ആ കഥാപാത്രം ഏറ്റെടുത്തു. ഇനി വനങ്ങാൻ ഈ സിനിമയിൽ സൂര്യ. ഷൂട്ടിംഗ് പുരോഗമിക്കുമ്പോൾ കഥയിൽ മാറ്റങ്ങൾ വന്നു. സംവിധായകൻ ബാല ഔദ്യോഗികമായി സൂര്യയുടെ പിന്മാറ്റം സ്ഥിരീകരിച്ചു. അവസാനം ഗിരിജ ഷെട്ടർ വന്ദനം എന്ന മലയാള സിനിമയ്ക്ക് ശേഷം ജോർജീത വോഹി സികന്ദർ ഈ സിനിമയിൽ അവൾ അഭിനയിക്കാൻ തിരഞ്ഞെടുത്തു. പക്ഷേ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് ലണ്ടനിലേക്ക് മടങ്ങേണ്ടി വന്നു. അതോടെ അവൾ സിനിമ വിട്ടു. പിന്നീട് ആയിഷ ജൂത്ത ആ വേഷം ഏറ്റെടുത്തു. ഇവയെല്ലാം ഒരു സത്യം ഓർമ്മിപ്പിക്കുന്നു. ഒരു സിനിമ സ്ക്രീനിലെ 2.5 മണിക്കൂർ മാത്രമല്ല, അതിനു പിന്നിൽ നമ്മൾ കാണാത്ത പല പാതിവഴി കഥകളും ഉണ്ട്. അവസാനം ഒരു ചോദ്യം. നിങ്ങൾ കണ്ട ഇഷ്ട സിനിമകളിൽ ഇത്തരത്തിൽ വഴിമധ്യേ മാറിയ എത്ര കഥകൾ നമ്മൾ അറിയാതെ പോയിരിക്കാം?